ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് എക്സാമുകൾക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സാഹിത്യം. 9ഓളം സബ് ടോപ്പിക്സ് തന്നിട്ട് സാഹിത്യം എന്നൊരു മേഖല നമ്മുടെ സിലബസിൽ കാണാം. അപ്പോൾ ഈ സാഹിത്യത്തിലെ 9 ടോപ്പിക്സും ഉൾപ്പെടുന്ന കുറേ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പാർട്ട് 1 ആണിത്. പാർട്ട് 2 അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഓഡിയോ ക്ലാസ് ആണ്. ഇതിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ സ്ക്രീനോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പഠനത്തിൻ്റെ വിരസത അനുഭവിക്കുന്ന സമയങ്ങളിലെല്ലാം ജസ്റ്റ് കേട്ട് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമചരിതത്തെക്കുറിച്ചാണ്. രാമചരിതം കേട്ട് കാണുമല്ലോ. കേരള ചോസർ എന്നറിയപ്പെടുന്ന ചീരാമൻ എഴുതിയ കൃതിയാണ് രാമചരിതം. മലയാള ഭാഷയിലെ പ്രാചീന കൃതിയാണ് രാമചരിതം. ഓക്കെ, മലയാള ഭാഷയിലെ പ്രാചീന കൃതിയാണ് രാമചരിതം. കേരള ചോസർ എന്നറിയപ്പെടുന്ന ചീരാമനാണ് ഈ കൃതി എഴുതിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചീരാമനെ കേരള ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ചീരാമനെ കേരള ചോസർ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നു. ഓക്കെ, പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതിയാണ് രാമചരിതം എന്നാണ് വെപ്പ്. അങ്ങനെയെങ്കിൽ പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന രണ്ടാമത്തെ കൃതിയാണ് തിരുനിഴൽമാല. തിരുനിഴൽമാല, ഇവിടെ നിഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നാണ്. തിരുനിഴൽമാല ഗോവിന്ദനാണ് ഈ കൃതി എഴുതിയതെന്ന് പറയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു കൃതി കണ്ടെത്തിയതായിട്ട് പറയുന്നത്. പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്ന ഐതിഹ്യം ആദ്യമായി കാണുന്നത് ഈ ഒരു കൃതിയിലാണ്. പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത്. മഴുവിനെയാണ് മണിമുറം എന്നുകൂടി പറയുന്നത്. പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്ന ഐതിഹ്യം ആദ്യമായി കാണുന്നതും തിരുനിഴൽമാലയിലാണ്. ഇനി മറ്റൊരു കൃതിയാണ് രാമകഥാപാട്ട്. രാമകഥാപാട്ട് ഓക്കെ, ഔവാട് തുറയിൽ അയ്യപിള്ള ആശാൻ എഴുതിയ കൃതിയാണ് രാമകഥാപാട്ട്. ഔവാട് തുറയിൽ അയ്യപിള്ള ആശാൻ എഴുതിയ കൃതിയാണ് രാമകഥാപാട്ട്. കോവളം കവികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ഔവാട് തുറയിൽ അയ്യപ്പിള്ള ആശാനും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഔവാട് തുറയിൽ അയ്യനപ്പിള്ള ആശാനുമാണ്. അപ്പോൾ ഈ ഔവാട് തുറയിൽ അയ്യനപ്പിള്ള ആശാനാണ് ഭാരതപ്പാട്ട് എഴുതിയത്. രാമകഥാപാട്ട് എഴുതിയത് ഔവാട് തുറയിൽ അയ്യപ്പിള്ള ആശാനും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കേരളത്തിലെ പാട്ട് സാഹിത്യത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് നിരണം കൃതികളിലൂടെയാണ്. അപ്പോൾ ഈ നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? നോട്ട് ചെയ്ത് വയ്ക്കുക. നിരണം കവികളിൽ ഉൾപ്പെടുന്നത് ആര്, ഉൾപ്പെടാത്തത് ആര് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. നിരണത്ത് രാമപ്പണിക്കർ, വെള്ളാങ്കല്ലൂർ ശങ്കരപ്പണിക്കർ, മലയൻകീഴ് മാധവ പണിക്കർ, ഇവർ 3 പേരെയും ചേർത്താണ് നിരണം കവികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? നിരണത്ത് രാമപ്പണിക്കർ, വെള്ളാങ്കല്ലൂർ ശങ്കരപ്പണിക്കർ, മലയൻകീഴ് മാധവ പണിക്കർ. ഓക്കെ, ഇവർ 3 പേരുമാണ് നിരണം കവികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കുമാരനാശാനെ കുറിച്ച് പഠിക്കാം. കുമാരനാശാനെ കുറിച്ച് പഠിക്കുമ്പോൾ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആര്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് അല്ലേ. ആശാനാണ് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ വ്യക്തി. SNDPയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു. അതുപോലെ നവോത്ഥാനത്തിൻ്റെ കവി എന്നെല്ലാം അറിയപ്പെടുന്നത് ആശാനാണ്. ഇനി ആശാൻ്റെ ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണ്? വീണപ്പൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നൊക്കെ കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നിവ ആശാൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. ഇതിൽ കുറച്ച് ഖണ്ഡകാവ്യങ്ങൾ തന്നിട്ട് ഇയർ ബേസിസിൽ അതിനെ ക്രമപ്പെടുത്താനായിട്ടൊരു ചോദ്യം മുൻപ് വന്നിട്ടുള്ളതാണ്. നോക്കി വയ്ക്കുക ഇതിൻ്റെ വർഷങ്ങൾ. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നോക്കൂ, വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, കരുണ. ഇതാണ് അതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ആശാൻ്റെ ഒരു കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത് ആശാൻ്റെ ഒരു കൃതി. അതുപോലെ മറ്റൊരെണ്ണമുണ്ട് ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ. അത് എഴുതിയത് ആരാണ്? റഫീഖ് അഹമ്മദാണ് കേട്ടോ. റഫീഖ് അഹമ്മദാണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന് പറഞ്ഞിട്ടൊരു കൃതി എഴുതിയത്.
അടുത്തത് കുമാരനാശാനുമായി ബന്ധപ്പെട്ട് 2 വിശേഷണങ്ങൾ നോക്കാം. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അങ്ങനെയെങ്കിൽ കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് എം ലീലാവതിയാണ്. എം ലീലാവതി. അതുപോലെ ആശാനെ ചിന്നസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓർത്തു വയ്ക്കുക അത്രയും കാര്യങ്ങൾ. അതുപോലെ ഇനി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെ താൻ, ആശാന്റെ വരികളാണല്ലേ. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇനി ദുരവസ്ഥ എന്താണ്? ദുരവസ്ഥ നമ്മുടെ ആശാന്റെ മറ്റൊരു കൃതിയാണ്. മലബാർ കലാപം റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കൃതിയാണ് ദുരവസ്ഥ. 5 അടി കവിത എന്ന വിശേഷണമുള്ള കൃതിയാണ് ദുരവസ്ഥ. സാവിത്രിയും ചാത്തനുമാണ് ഈ ദുരവസ്ഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പിന്നെ ഈ വീണപൂവിൻ്റെ വൃത്തം ഏതാണ്? വസന്ത തിലകം വൃത്തം. ഓക്കെ, വസന്ത തിലക വൃത്തമാണ് വീണപൂവിൻ്റെ വൃത്തം. അപ്പോൾ ഈ പൂവ് എന്നുള്ളത് എന്താണ്? വസന്തകാലത്താണ് പൂക്കൾ ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. വീണപൂവ് വസന്ത തിലക വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ആശാൻ AR രാജരാജവർമ്മയുടെ മരണത്തിൽ, അതായത് കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആശാൻ എഴുതിയ കൃതിയാണ് പ്രരോധനം. പ്രരോധനം എന്നത് ആശാൻ AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ്. ഇനി മറ്റൊരു ചോദ്യം, ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര എന്ന അപൂർണ കവിത രചിച്ചത് ആശാനാണ്. ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര എന്ന അപൂർണ കവിത രചിച്ചത് ആശാനാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആശാൻ വിമർശനത്തിൻ്റെ ആദ്യ രശ്മികൾ എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. PYQ ആണ്. നമുക്കറിയാലോ ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ചത് ആശാനാണ് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഉള്ളൂരിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏതാണ്? തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഉമാകേരളമാണ് അല്ലേ. ഉമാകേരളം 1913 വന്നിട്ടുള്ളത്. ഈ ഉമാകേരളമാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഉള്ളൂരിൻ്റെ മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട കൃതികളാണ് പിങ്കള. പിങ്കള എന്നത് ഒരു വേശ്യ സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണ്. അങ്ങനെയാണെങ്കിലേ കരുണ വാസവദത്ത എന്നത് ആശാന്റെ കൃതിയാണ്. അപ്പോൾ ഇത് വേശ്യാവൃത്തി സ്വീകരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ആശാൻ എഴുതിയ കൃതിയാണ്. ഉള്ളൂർ എഴുതിയത് പിങ്കളയാണ്. മഗ്ദലന മറിയം എന്നത് വള്ളത്തോൾ വേശ്യാവൃത്തി സ്വീകരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതികളാണ്. ഓർത്ത് വയ്ക്കുക, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവർ 3 പേരും ഈ തരത്തിലുള്ള കൃതികൾ വേശ്യാവൃത്തി സ്വീകരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. ഉള്ളൂരിൻ്റേത് പിങ്കള, വള്ളത്തോളിൻ്റേത് മഗ്ദലന മറിയം, ആശാൻ്റെത് കരുണ വാസവദത്ത എന്നിങ്ങനെയാണ്. ഓക്കെ, ഇനി ഉമാകേരളത്തിന് രാജനന്ദിനി എന്ന പേരിലൊരു വ്യാഖ്യാനം തയ്യാറാക്കിയത് G. ശങ്കരക്കുറുപ്പാണ്. G. ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഇനി അംബ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ഉള്ളൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് അംബ. ഓക്കെ, അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണെന്ന് ഡിഗ്രി പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതാണ് ആൻസർ? സമുദ്രശിലയാണ് കേട്ടോ. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് വള്ളത്തോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. ചിത്രയോഗം താരാവലി, ചന്ദ്രസേനം, മണിപ്രവാളം എന്നും അറിയപ്പെടുന്ന കൃതിയാണ് ഈ ചിത്രയോഗം എന്നുള്ളത്. വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. ചിത്രയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് താരാവലി, ചന്ദ്രസേനം, മണിപ്രവാളം. ഓക്കെ, അതിൽ താരാവലിയും ചന്ദ്രസേനുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി നമുക്ക് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നു, കേരള വാൽമീകി എന്നറിയപ്പെടുന്നു, മലയാളി ടാഗോർ എന്നറിയപ്പെടുന്നു, ദേശീയ ഗായകൻ എന്നറിയപ്പെടുന്നു. ആര്? വള്ളത്തോളാണ് കേട്ടോ. ശബ്ദസുന്ദരൻ, ദേശീയ ഗായകൻ, പിന്നെ കേരള വാൽമീകി, മലയാളി ടാഗോർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ഇനി ബദിര വിലാപം, ഗണപതി, ശിഷ്യനും മകനും, അച്ഛനും മകളും, പിന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, ഇതെല്ലാം നമ്മുടെ വള്ളത്തോളിൻ്റെ കുറേ ഖണ്ഡകാവ്യങ്ങളാണ്. കൊച്ചു സീത, ഇതെല്ലാം ഖണ്ഡകാവ്യത്തിൽ പെടുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ബദിരവിലാപം, ഗണപതി, ശിഷ്യനും മകനും, അച്ഛനും മകളും, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, പിന്നെ കൊച്ചു സീത, ഇതെല്ലാം വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനിയും ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. വള്ളത്തോളിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കവിത്രയങ്ങളിൽ ഇദ്ദേഹത്തിന് മാത്രമാണ് പത്മഭൂഷൺ ലഭിച്ചത്. ഇനി 2 വിശേഷണങ്ങൾ നോക്കാം. കാഞ്ചനക്കോടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണ കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് എം ലീലാവതിയാണ്. എന്താണ്?
കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണ കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് എം ലീലാവതി. നമ്മൾ ആശാന്റെ ഭാഗം പഠിച്ചപ്പോൾ അവിടെയും ഒരെണ്ണം പറഞ്ഞു. എന്താണ്? കുമാരൻ ആശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് എം ലീലാവതി. കണ്ടോ, ഇവിടെ കോകിലം എന്നാണ് ആരെ വിശേഷിപ്പിച്ചത്? എം ലീലാവതി ആശാനെ വിശേഷിപ്പിച്ചത്. ഇനി പഞ്ചവർണ്ണക്കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ച് എം ലീലാവതി. കേട്ടോ, അപ്പോൾ ഈ കിളികളുടെ പേരുമായിട്ട് കണക്റ്റഡായി വന്നാൽ എം ലീലാവതിയാന്ന് ഓർക്കുക. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് എം ലീലാവതി. കുമാരൻ ആശാനെ ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് എം ലീലാവതി. ഇനി വാഗ്ദേവിയുടെ പുരുഷ അവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാരാണ്? വാഗ്ദേവിയുടെ പുരുഷ അവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. ഇനി ഒരു ചോദ്യമുണ്ട്. ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിൻ്റെ തല എന്ന കവിത എഴുതിയത് വള്ളത്തോളാണ്. നമ്മൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് നമുക്ക് വരാം. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെയാണ്. ഓർമ്മയുടെ തീരങ്ങളാണെങ്കിലോ തകഴിയാണ്. ഓർമ്മയുടെ തീരങ്ങൾ തകഴി, ഓർമ്മയുടെ അറകൾ ബഷീർ. അപ്പോൾ ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാണ്? ആരുടെയാ? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ഓർമ്മയുടെ ഓളങ്ങൾ. ആലോചിച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ കേരള ഗാനം എഴുതിയതാരാണ്? ജയ ജയ കോമള കേരള ധരണി എന്ന കേരള ഗാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു കവിത എഴുതിയതാരാണ്? ബോധേശ്വരനാണ്. ബോധേശ്വരൻ. മലയാള മാതൃത്വത്തിൻ്റെ കവി ആരാണ്? ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയാണ് മലയാള മാതൃത്വത്തിൻ്റെ കവി. മുത്തശ്ശി, നൈവേദ്യം ഈ കൃതികളൊക്കെ ബാലാമണി അമ്മയുടെ കൃതികളാണ്. അതുപോലെ മണലെഴുത്ത് ആരുടെയാണ്? മണലെഴുത്ത് സുഗതകുമാരിയുടെയാണ്. ജ്ഞാനപീഠം ലഭിച്ചത് മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. ഈ ജ്ഞാനപീഠം കിട്ടിയ ആളുകളും ആ കിട്ടിയ വർഷവും അവരുടെ കൃതികളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. ഓക്കെ, ചങ്ങമ്പുഴയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ് ഇടപ്പള്ളി കവികൾ എന്ന് അറിയപ്പെടുന്നത്. തുടിക്കുന്ന താളുകൾ എന്നതാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥ. തുടിക്കുന്ന താളുകളാണ്. അതുപോലെ രമണൻ എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴയാണ് അല്ലേ. ചങ്ങമ്പുഴയാണ്. സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വന്നൊരു ചോദ്യം ഇതാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. എന്താണ്? ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ കളിത്തോഴി എന്ന നോവൽ ആരുടെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നോവലാണ് കളിത്തോഴി എന്നത്. അതുപോലെ കളിയച്ചൻ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അത് P കുഞ്ഞിരാമൻ നായരുടെയാണ്. കളിയച്ചൻ. കവിയച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് വൈലോപ്പിള്ളിയുടെയാണ്. ഓക്കെ, വൈലോപ്പിള്ളിയുടെയാണ് കവിയച്ചൻ. കളിയച്ചനാണെങ്കിൽ P കുഞ്ഞിരാമൻ നായർ. ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ കളിത്തോഴി ആരുടെ നോവലായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നോവലായിരുന്നു. ഇനി തീക്കടൽ കടഞ്ഞ് തിരുമധുരം ആരുടെയായിരുന്നു? ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. 2024 23 മറ്റോ. അതായത് എഴുത്തച്ഛനെ കുറിച്ച് C രാധാകൃഷ്ണൻ എഴുതിയ കൃതിയായിരുന്നു തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നുള്ളത്. ഇനി കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളിയാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. MN വിജയനാണ് വൈലോപ്പിള്ളിയെ അപ്രകാരം വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനിയും ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം ആരുടെ വരികളാണിത്? പന്തളം കേരളവർമ്മയുടെ വരികളാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്നുള്ളത്. മൃത്യുബോധത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് മൃത്യുബോധത്തിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ടോമി എന്ന നായ കേന്ദ്ര കഥാപാത്രമായ നോവൽ ഏതാണ്? പരിണാമമാണ്. പരിണാമത്തിലാണ് ടോമി എന്ന നായ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. ഇനി ഞാൻ ഉറങ്ങട്ടെ കർണൻ കേന്ദ്ര കഥാപാത്രമായിക്കൊണ്ട് PK ബാലകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ച്. ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ കുറ്റിപ്പുറം പാലം അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി എന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള വരികൾ ഉൾക്കൊള്ളുന്ന കുറ്റിപ്പുറം പാലം എന്ന കവിത എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഇത് കൂട്ടുകൃഷി കേട്ടോ. പിന്നെ പൂതപ്പാട്ട്, കാവിലെ പാട്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കൃഷ്ണബിംബങ്ങളുടെ കവിയത്രി എന്നറിയപ്പെടുന്ന ആരെയാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരിയുടെ മറ്റൊരു കൃതിയായിരുന്നു മണലെഴുത്ത്.
മണലെഴുത്ത്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിതയാണ് ബലിദർശനം. ഇനി തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട പി ഭാസ്കരൻ്റെ കവിതയാണ് വയലാർ ഗർജിക്കുന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. PYQ ആണ്. കാളിദാസനെ നായകനാക്കിയിട്ട് ONV രചിച്ച കാവ്യം ഏതാണ്? ഉജ്ജയിനിയാണ്. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കാവ്യമാണ് ഉജ്ജയിനി. അതുപോലെ അടിയന്തരാവസ്ഥ പശ്ചാത്തലമാക്കി നാവുമരം എന്ന കവിത എഴുതിയത് ആരാണ്? ആനന്ദ്. പി സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്ന ആനന്ദാണ് അടിയന്തരാവസ്ഥ പശ്ചാത്തലമാക്കി നാവുമരം എന്ന കവിത രചിച്ചത്. ഓർത്തു വയ്ക്കുക. അടിയന്തരാവസ്ഥ പശ്ചാത്തലമാക്കി നാവുമരം എന്ന കവിത രചിച്ചത് പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ്. CPയുടെ ചോദ്യമാണ്. മലാല യൂസഫ്സായിയുടെ അയാം മലാല എന്ന് പറയുന്ന ഒരു ആത്മകഥ ഉണ്ടല്ലോ, ആ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? PV ആൽബി. ഞാനാണ് മലാല എന്ന പേരിലാണ് ഈ ഒരു കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മലാല യൂസഫ്സായിയുടെ അയാം മലാല എന്ന ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? PV ആൽബി. ഞാനാണ് മലാല എന്ന പേരിലാണ് ഇദ്ദേഹം ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഓർക്കുക. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ നാട് കടത്തൽ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. ആദ്യത്തെ രാഷ്ട്രീയ ആത്മകഥയാണിത്. അതുപോലെ തന്നെ ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എൻ്റെ നാട് കടത്തലാണ് കേട്ടോ. 1911 അദ്ദേഹം ഈ ഒരു ആത്മകഥ എഴുതിയിട്ടുള്ളത്. ഓർത്തു വയ്ക്കുക. കവിയുടെ കാൽപ്പാടുകൾ മറ്റൊരു ആത്മകഥയാണ്. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നത്. ഇനി നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ അറിയാലോ. എൻ്റെ ജീവിത സ്മരണകളാണ്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ എന്നുള്ളത്. ഇനി P കേശവദേവിൻ്റെ ഒരു കൃതിയാണ് എതിർപ്പ്. അത് ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ് P കേശവദേവിൻ്റെ. അതുപോലെ എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും P കേശവദേവാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. അപ്പോൾ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുണ്ടല്ലോ, അതാരുടെയാണ്? അത് KP കേശവമേനോൻ്റെയാണ്. ഇത് തമ്മിൽ മാറിപ്പോവരുത്. ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ, KP കേശവമേനോൻ കഴിഞ്ഞ കാലം. ഇനി മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയാണ് ജീവിതപാത. ഓക്കെ. തുടിക്കുന്ന താളുകൾ നമ്മൾ പറഞ്ഞു ആരുടെയായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആയിരുന്നു അല്ലേ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. അതുപോലെ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയാണ്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരുടെ ആത്മകഥയാണ്? ഭാരതി ഉദയഭാനുവിൻ്റെ കൃതിയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നുള്ളത്. അതുപോലെ SK പൊറ്റക്കാടിൻ്റെ ആണെങ്കിലോ എൻ്റെ വഴിയമ്പലങ്ങൾ. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. അരങ്ങ് കാണാത്ത നടനാണ് തിക്കോടിയൻ്റെ ആത്മകഥ. ഓക്കെ. ഞാൻ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുള്ളത് ആരാണ്? ഞാൻ എന്ന പേരിൽ 2 പേര് ആത്മകഥ എഴുതിയിട്ടുണ്ട്. NN പിള്ളയും അതുപോലെ CV കുഞ്ഞിരാമനും ഞാൻ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക കേട്ടോ. 2 പേരാണ്. NN പിള്ളയും CV കുഞ്ഞിരാമനും ഞാൻ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? അത് AK ഗോപാലൻ്റെ ആത്മകഥയാണ്. AK ഗോപാലൻ. ഇനി തുറന്നിട്ട വാതിൽ ആരുടെയാണ്? ഉമ്മൻചാണ്ടിയുടെയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ. അതുപോലെ കഥ തുടരും എന്നുള്ളത് KPSC ലളിതയുടെ ആത്മകഥയാണ്. ഇനി ഓർമ്മയുടെ കിളിവാതിൽ ആരുടെയാണ്? കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. എൻ്റെ നാടക സ്മരണകൾ ആരുടെയാണ്? PJ ആൻ്റണി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആത്മകഥയിൽ നമ്മൾ ഒരുവിധമൊക്കെ നോക്കേണ്ടത്. ഇനിയും ഉണ്ട് കേട്ടോ. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. ആരൊക്കെയാണ്? EMS, അന്ന ചാണ്ടി, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ, C ശങ്കരൻ നായർ. ആരൊക്കെയാണ്? EMS, അന്ന ചാണ്ടി, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ, C ശങ്കരൻ നായർ എന്നിവർ ആത്മകഥ എന്ന പേരിലാണ് ആത്മകഥ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ആത്മകഥ എങ്ങനെയാണ്? ഓട്ടോബയോഗ്രഫി എന്നാണ് പേര് കേട്ടോ. ഓട്ടോബയോഗ്രഫി എന്നാണ് പേര്.
ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. കവിതാ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് പ്രാചീന കൃതികളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. രാമചരിതം, തിരുനിഴൽമാല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതോടൊപ്പം പ്രാചീന കവിത്രയം, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറേ ആത്മകഥകൾ പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിത ചോദ്യങ്ങൾ കുറച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ടായിരിക്കും. വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഡിയോ ക്ലാസ്സാണ്, നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പല സോഴ്സുകളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ട് ഞാനും ഇതിൻ്റെ നോട്ട് എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോട്ട് സ്ക്രീനിൽ കാണിക്കാത്തത്. പല സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ക്രീനിൽ ഇത് കാണിക്കാൻ നിർവാഹമില്ല. അത് നിങ്ങൾ കേട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.